ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. കർക്കിടക 1 അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്, അതായത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് തെറ്റിച്ച് രാവിലെ എഴുന്നേറ്റു. ശരിക്കും ഞാൻ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ, പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് 4:30 എഴുന്നേറ്റതാണ്. സാധാരണ എപ്പോഴും 5 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസമാണ്, പിന്നെ ഇന്ന് വ്യാഴാഴ്ചയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ഇന്ന് നേരത്തെ എഴുന്നേറ്റ കാരണം കൊണ്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം നിന്നതിന് ശേഷം 5 മണിക്ക് കിച്ചണിലേക്ക് വന്നിട്ട് ബിരിയാണിക്ക് വേണ്ടുന്ന ബാസ്മതി റൈസൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്ന് മഷ്റൂം ബിരിയാണിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടുള്ള 1-2 എക്സസൈസാണ്. ഞാൻ ഫോണിൽ അവിടെ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൽ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത്രയും പെർഫെക്ഷനോടൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. എന്നാലും ഒരു 15 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാമെന്ന് കരുതി. എനിക്ക് ഇപ്പോൾ നടക്കാൻ പോകാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം ഭയങ്കര വെയിലാണ് രാവിലെ. ഈ ഒരു ആമി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടെറസിലും നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മണി ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. നേരമൊക്കെ ഒന്ന് വെളുത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ പതിവ് പോലെ തന്നെ കോലമൊക്കെ ഒന്ന് വരച്ചിടാനായിട്ട് പോകുന്നുണ്ട്. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ രാമായണ മാസം എന്നാണല്ലോ പറയുന്നത്. രാമായണ മാസം, പഞ്ഞമാസം എന്നൊക്കെ പറയുമല്ലേ. അതുപോലെ തന്നെ ഇവിടെ തമിഴിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ആടിമാസം എന്നാണ് പറയുന്നത്. ഭയങ്കര വിശേഷമുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു തമിഴ് കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ, ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ആടിമാസം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ തമിഴ്നാട്ടിൽ ശരിക്കും ഒരു ഉത്സവം പോലെയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് ഇത് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാസമാണ് ആടിമാസം. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയും, ഇവരൊക്കെ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആടിമാസം ആകുമ്പോൾ ഹസ്ബൻഡൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര രസമാണെന്ന്. അപ്പോൾ ഹസ്ബൻഡിനും ഒക്കെ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു മാസമാണ് കേട്ടോ ആടിമാസം. പിന്നെ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്തൊന്നും ക്ഷേത്രങ്ങളില്ല, കുറച്ച് ദൂരോട്ട് മാറിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടൊന്നും ഇട്ടാലൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബ്രേഷനാണ് കേട്ടോ. അതായത് നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ, ഇവിടെ തമിഴ്നാട്ടിൽ ഭയങ്കര ഒരു വ്യത്യാസമാണ്. അത് ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഇവിടെ ഉള്ളവർ ട്രൈ ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരും നോൺ വെജ് ഈ ഒരു മാസം കഴിക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അടുത്ത വീട്ടിലെ ആൻറ്റിയാണ് പറഞ്ഞു തന്നത്. അങ്ങനെ അധികം നോൺ വെജ് ഇവർ കഴിക്കാറില്ല. പിന്നെ ആടിമാസത്തിലെ ചൊവ്വ വെള്ളി ദിവസങ്ങളൊക്കെ ഭയങ്കര പ്രത്യേകതയുള്ളതാണ് ഇവിടെ. അത് പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ വീട്ടിലാണെങ്കിലും ഒക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. തലേ ദിവസം തന്നെ ഞാൻ വിളക്കൊക്കെ തേച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ കാണിച്ചില്ല ഒരു ചെറിയൊരു വൈറ്റ് കളർ ബാസ്ക്കറ്റ്. അതാണെങ്കിൽ നോൺ വെജ് അല്ലാതെ വെജിറ്റേറിയൻ വാങ്ങിക്കുന്ന പാഴ്സൽ ബോക്സ് ഉണ്ടല്ലോ, അതാണേ. അതിൽ ഞാൻ 2 ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്ക് വിളക്കൊക്കെ കത്തിച്ചിട്ട് ബാലൻസ് വരുന്ന ഒരു തിരി ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പൂക്കൾ. എന്നിട്ട് ഞാൻ മാസത്തിൽ അത് ആ ഒരു ബോക്സ് നിറയുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമില്ലേ, അവിടെ കൊണ്ടുപോയി കളഞ്ഞിട്ട് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും ഹസ്ബൻഡ് കൊണ്ടുപോയത് കത്തിച്ച് കളയും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. വേസ്റ്റൊക്കെ, അതായത് ഈ ഒരു വിളക്കിൻ്റെ വേസ്റ്റ്, ഇപ്പോൾ നമ്മൾ വിളക്കരിയൊക്കെ കത്തിച്ചിട്ട് ബാലൻസ് ഉള്ള വേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുന്തിരിക്കൊക്കെ ഇട്ട് പുകയ്ക്കാനായിട്ട് കൊള്ളാം. ഞങ്ങളിവിടെ പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനാണെങ്കിൽ എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഞാൻ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി അടിച്ചിട്ട് ഇങ്ങനെ പൂജ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമൊന്നും എൻ്റെ അടുത്ത് മണി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിയാണ് പറഞ്ഞത്, എപ്പോഴും വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഒന്ന് മണി അടിച്ച് ശബ്ദം ഉണ്ടാക്കണം. അത് നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി തരുകയും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത് അത്രേ. അപ്പോൾ അങ്ങനെ അത് അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ നെയ്വിളക്കാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ റീസെൻ്റായിട്ട് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ടത്തിലിരിക്കുന്ന അരിയിൽ ഇട്ട് വെച്ചേക്കുന്ന പൈസയെക്കുറിച്ച്. അപ്പം ഞാനിതിന് മുന്നേ പണ്ടൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലൊരു തട്ടം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കോയിൻസും പൈസയൊക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് അല്ലെങ്കിൽ അത് പ്രതിഫലിക്കുന്ന രീതിയിൽ കണ്ണാടിയും കൂടി വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കണ്ണാടിയിൽ ആ പൈസ കാണുമ്പോഴേക്കും അത് റിഫ്ലക്റ്റ് ആവുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ കണ്ണാടി വെക്കുന്ന ഭാഗത്ത് എന്ത് സാധനമാണോ വെക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ അരിയും പൈസയും വെച്ചേക്കുന്നതുകൊണ്ട്
ആഹാരത്തിനും പൈസയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അതും ഞാനിവിടെ വന്നതിന് ശേഷം അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പൂജാ റൂമിൽ ഇങ്ങനെ അരിയിൽ പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ചാടി കുരു വെച്ചിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പൂജാ റൂമിലുള്ളത്. പിന്നെ ഞാൻ ദേ വന്നിട്ട് ദസാങ്കമൊക്കെ ഒന്ന് പുകയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പുകച്ച് വെക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും നല്ലൊരു ഡിവൈൻ സ്മെല്ലും ഒക്കെയാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. വീടിനുള്ളിൽ ശരിക്കും ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അതിൻ്റെ കൂടെ എൻ്റെ ആ ഒരു മന്ത്രയും കൂടെ ഞാൻ ഓൺ ചെയ്ത് വെക്കുമ്പോഴേക്കും പിന്നെ പറയുകയും വേണ്ട, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ കാമായിട്ട് നമ്മുടെ വീട്ടിലെ പണികൾ ചെയ്യാനും ഒക്കെ ഒരു നമുക്കൊരു ഉത്സാഹം തോന്നും, നമുക്ക് മടിപ്പ് തോന്നത്തില്ല. എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ വന്നിട്ട് ഇതാണെങ്കിൽ തിന എന്ന് പറയും. തിന കൊണ്ടുള്ളൊരു പൊങ്കൽ ചെയ്യാമെന്ന് കരുതി. സാധാരണ നമ്മളെപ്പോഴും പച്ചരിയിലാണല്ലോ പൊങ്കൽ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം സെപ്റ്റോയിൽ ഇങ്ങനെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴേക്കും ഇങ്ങനെ തിന ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ റാഗിയാണ് എടുക്കാനായിട്ട് പോയത്. അപ്പോഴേക്കും ഉണ്ട് ഹസ്ബൻഡാണ് പറഞ്ഞത് ഇങ്ങനെ തിന ഉണ്ടെന്ന്. അപ്പം ഞാൻ എന്തായാലും തിന വെച്ചിട്ടുള്ള റെസിപ്പീസ് നോക്കിയപ്പോഴേക്കും പൊങ്കൽ ചെയ്യാമെന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തതാണ്. ഫോക്സ് ടെയിൽ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. തിന ഉണ്ടല്ലോ, അതാണ്. ഇവിടെ തമിഴിലും തിന എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ മലയാളത്തിൽ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതുപോലെ ചെറിയ കടുക് മണികൾ പോലെ തരിതരിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. നല്ലപോലെ വാഷ് ചെയ്തെടുത്താലാണ് കുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഒരുപാട് മണ്ണും അഴുക്കൊക്കെ കാണുമേ. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതായത് പാസിപ്പരിപ്പെന്നാണ് തമിഴിൽ പറയുന്നത് ഇതിൻ്റെ പേര്, അതും എടുത്തിട്ടുണ്ട്. ഒന്ന് അളന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ രാവിലെ ഇന്ന് ജീര വാട്ടറാണ് കുടിക്കുന്നത്. ഞാനങ്ങനെ ഡെയിലി ഒന്നും ചിയാസീഡിട്ടുള്ള വെള്ളം കുടിക്കാറില്ല. എന്തെങ്കിലും ഒരു മോർണിംഗ് ഡ്രിങ്ക്, ഒന്നുകിൽ ജീര വാട്ടർ ഇല്ലെങ്കിൽ ചിയാ സീഡിൻ്റെ വാട്ടർ കുടിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വാട്ടർ കുടിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നും ഇല്ലെങ്കിലും വെറുതെ പച്ചവെള്ളം തിളപ്പിച്ച് കുടിച്ചാലും മതി. ഞാനങ്ങനെ കട്ടനൊന്നും ഇപ്പോൾ അങ്ങനെ കുടിക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒരു സൈഡിൽ തന്നെ പൊങ്കൽ ചെയ്യാനായിട്ട് തുടങ്ങാം. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒന്നും എടുക്കരുത്, നെയ്യിലാണിത് ചെയ്യേണ്ടത് കേട്ടോ. തമിഴ്നാട്ടിലെ സ്പെഷ്യൽ റെസിപ്പിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകവും ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ട് കുരുമുളകും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പാസിപ്പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്നുകിൽ ആദ്യമേ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യമേ കഴുകിയതിന് ശേഷം നെയ്യിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരുവിധം ഒന്ന് റോസ്റ്റായി കിട്ടുമ്പോൾ തന്നെ നമുക്കതിലേക്ക് തിന ചേർത്ത് കൊടുക്കാം. തിന അല്ല പച്ചരിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ സമയത്ത് പച്ചരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എപ്പോഴും പൊങ്കൽ ചെയ്യുന്ന സമയത്ത് 1/4 ഗ്ലാസ്സോളം ചെറുപയർ പരിപ്പ് എടുത്തിട്ട് ഒരു 3/4 ഗ്ലാസ്സോളം നമ്മൾ പച്ചരിയാണെങ്കിൽ അത്, തിനയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് ടേസ്റ്റ് കറക്റ്റ് ആയിരിക്കുള്ളൂ. ചിലരാണെങ്കിൽ 1/2 ഗ്ലാസ്സൊക്കെ ചെറുപയർ പരിപ്പ് എടുക്കും. അപ്പോൾ അതത്ര ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം കൂടുതലും. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. അപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ തന്നെ എടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് തിരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂടാണ് കേട്ടോ രാവിലെ ഈ ഒരു സമയത്ത്. എന്താണെന്ന് അറിയത്തില്ല, ഇന്നത്തെ ദിവസം നല്ല ചൂടുണ്ട്. സാധാരണ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അധികം ചൂട് കാണത്തില്ല, നല്ല തണുപ്പും മഞ്ഞുമൊക്കെയാണ്. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിയർത്ത് നിൽക്കുകയാണ് കേട്ടോ കിച്ചണിൽ. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്തതെന്ന് കറക്റ്റ് സ്ഥലത്തെടുത്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ സാധാരണ എപ്പോഴും രാവിലെ വന്നുടനെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇന്നിപ്പം എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. എന്തായാലും കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഉള്ള സമയത്ത് അതും കൂടി ചെയ്യാമെന്ന് കരുതി, ടൈം വേസ്റ്റാക്കാതെ അതങ്ങ് ചെയ്ത് വെക്കാമെന്ന് കരുതി. എനിക്കാണെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് അത്ര ഇഷ്ടമില്ല കേട്ടോ. പൊതുവേ അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ അതുകൊണ്ട് തന്നെ എടുത്തുനിന്ന് എല്ലാം അതത് സ്ഥാനത്ത് വെച്ചു. പിന്നെ ഇടയിൽ തന്നെ നമ്മുടെ പൊങ്കലിനുള്ളതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഉപ്പ് കറക്റ്റാണോന്ന് നോക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മാത്രമാണ് കുക്കർ അടച്ചിട്ട് വിസിൽ വെക്കേണ്ടത്. ഇനിയാണ് നമ്മുടെ ജീരക വാട്ടർ കുടിക്കുന്നത് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലാണ് ജീരകം ഇട്ടത്.
അപ്പോൾ ഒന്ന് ലൈറ്റ് ഒരു ചൂട്, അതായത് നമുക്ക് കുടിക്കാനുള്ള പാകത്തിനുള്ള ചൂടാകുമ്പോഴേക്കും എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചത് കേട്ടോ. അതും ഒരു സൈഡിൽ കുടിക്കുന്നുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് കുടിക്കുന്നില്ല. പിന്നെ ആമിയുടെ കട്ടൻ ചായ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മൾ മഷ്റൂം ബിരിയാണിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചെയ്യാമെന്ന് കരുതിയേ. അതിന് വേണ്ടിയിട്ട് സവാളയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം മഷ്റൂം മേടിച്ചതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടെന്ന്, അപ്പോൾ അതേ ബാക്കി ഇരിപ്പുണ്ട്. അത് ഞാൻ എന്തായാലും ഇങ്ങനെ ബിരിയാണി ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും രാവിലെയാണ് പുതിനയും മല്ലിയിലയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് ഈ ഒരു ബിരിയാണി ചെയ്യാനായിട്ട്. എനിക്കിപ്പോൾ സമയം ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ടാണ് തലേ ദിവസം ചെയ്ത് വെക്കാത്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലേ ദിവസം ഞാനിതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ലെമണും കൂടി എടുത്ത് ഞാൻ പുതിനയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതും കൂടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സെപ്റ്റോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പുതിനയും മല്ലിയിലയൊക്കെയാണ് കേട്ടോ. കണ്ടോ, 2 ആഴ്ചയിൽ കൂടുതലായിട്ട് പോലും ഇതൊന്നും ചെയ്തിട്ടില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും ഉണ്ട് നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വരുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. ആവി പുറത്തോടി പൊക്കോണ്ടിരിക്കുവാണ്. ഇപ്പം തന്നെ മണി ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമ്മുടെ വാച്ച് 10 മിനിറ്റ് ഫാസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ 6:40 കാണിച്ചത്. പിന്നെ ഞാൻ എന്തായാലും വിസിൽ കേൾക്കാത്ത കാരണം കൊണ്ട് അതിൻ്റെ അടപ്പൊക്കെ മാറ്റിയിട്ട് വെറുതെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമെന്ന് കരുതി. കുത്തീനെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവും കൂടുതലാണ്. പിന്നെ ഇതിനിടയിൽ തന്നെ തൊട്ടടുത്തുള്ള അടുപ്പത്ത് ഞാൻ വലിയ കുക്കർ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അതിലാണ് മഷ്റൂം ബിരിയാണി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് സവാള സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഹാഫ് സവാള മതി, അതും ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് നമ്മുടെ തീനയുടെ പൊങ്കലൊക്കെ റെഡിയായി വരുന്നുണ്ട്. കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുക്കറിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, ഇതുപോലെ ഒരു ഓപ്പൺ പാനിൽ വെച്ച് ചെയ്താലും മതി. അപ്പോൾ ഞാനത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചേക്കാണ്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ മഷ്റൂം ബിരിയാണിക്ക് വേണ്ടുന്ന മസാല ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെന്ത് വരട്ടെ. അതിനിടയിൽ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള പൊങ്കലും കൂടി ഒന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് അതും കൂടി നോക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ എനിക്കാണെങ്കിൽ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കണം, ജീര വാട്ടർ കുടിക്കണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കോൺസെൻട്രേഷൻ ഈ ഒരു സമയത്ത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഞാൻ മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പോകത്തേയില്ല. ഈ സമയത്ത് അങ്ങ് ടക്കനെ അങ്ങ് ജോലി ചെയ്തുകൊണ്ടിരിക്കും, സ്പീഡപ്പായിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ മടിച്ച് നിൽക്കാറില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. ഒരു റോബോട്ടിനെ പോലെ നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തൈരാണ് ചേർത്ത് കൊടുത്തത്. തൈര് ചേർക്കുമ്പോഴേക്കും ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ബിരിയാണിയുടെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൈര് ചേർക്കുന്നത്. പുളിപ്പില്ലാത്ത തൈരാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റിലേക്ക് ലെമൺ ജ്യൂസും കൂടി ഒഴിക്കുമ്പോൾ കറക്റ്റ് ആവും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മഷ്റൂം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് ബാസ്മതി റൈസിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതവിടെ നിന്ന് തിളച്ച് വരുന്നതിനിടയിൽ തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ പൊങ്കൽ നോക്കിയപ്പോഴേക്കും ഏകദേശം ഒന്ന് വേവാറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് വേവട്ടെ. അതിനിടയിൽ തന്നെ ഇപ്പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴേക്കൊണ്ട് ഇവിടെ മഷ്റൂമൊക്കെ തിളയ്ക്കാനായിട്ട് തുടങ്ങി. ഇതിലേക്ക് ഇനി അവസാനമായിട്ട് ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം ഉപ്പ് തന്നെ മുന്നിൽ നിൽക്കണം. പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ നെയ്യ്, ലെമൺ ജ്യൂസ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമേ തന്നെ അരി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയിട്ട് പിന്നീടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത്തവണ ഞാനത് ഓർത്തില്ല, മറന്നുപോയി. പെട്ടെന്ന് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡിൽ മറന്നു പോയതാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. 2 വിസിൽ കേൾപ്പിക്കുക കേട്ടോ.
ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡിയായിട്ട് വരും. ഇതിനിടയിൽ തന്നെ നമ്മുടെ പൊങ്കൽ റെഡിയായി. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് നട്ട്സും കൂടി നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുത്തു. ഇപ്പോഴാണ് നമ്മുടെ പൊങ്കൽ കറക്റ്റ് പാകമായിട്ടുള്ളത്. അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇവിടെ തമിഴ്നാട്ടിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് മാവൊന്നും ഇല്ല, എന്തെങ്കിലും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് ഞാനിതുപോലെ ഇങ്ങനെ പൊങ്കൽ ചെയ്യാറുണ്ട്. ഇവിടെ ആമിക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തിനയിൽ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആമി കഴിച്ചതേ ഇല്ല. ആമി മറ്റേ പൊങ്കലാണെങ്കിൽ കഴിച്ചേനെ കേട്ടോ. പിന്നെ അതവിടെ റെഡിയാക്കി വെച്ചല്ലോ. പിന്നെ ഇതിനിടയിൽ തന്നെ മഷ്റൂം ബിരിയാണിക്ക് വെച്ചിട്ടുള്ള കുക്കറിൽ നിന്ന് വിസിൽ വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോൾ അതും ഞാൻ ഓഫ് ചെയ്തിട്ട് ഇനി തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടുന്ന, പൊങ്കലിന് വേണ്ടുന്ന വെള്ള ചമ്മന്തി അരയ്ക്കണം. അതിന് വേണ്ടുന്ന തേങ്ങയൊക്കെ ഒന്ന് ഉടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ 2-3 പാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് കൈയോടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ തന്നെ തേങ്ങ വെള്ളം കുടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് ആമി അടുത്തുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കും, ചിലപ്പോൾ ഹസ്ബൻഡിന് വേണമെന്ന് പറയും. ഇന്നിപ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേക്കാത്ത കൊണ്ട് ഞാൻ എന്തായാലും കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൗണ്ടർ ടോപ്പ് അഴുക്കായിട്ടുണ്ട്. ഒരുപാട് തവണ ഈ കൗണ്ടർ ടോപ്പ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് എന്തോ എനിക്ക് അങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്ന കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. എന്നെപ്പോലെ നിങ്ങളാരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും കൗണ്ടർ ടോപ്പ് ഇങ്ങനെ നീറ്റായിട്ട് കിടക്കണം. ഒരുപാട് അഴുക്കും വെള്ളമൊന്നും ഇരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പിന്നെ ജോലി ചെയ്യാനേ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് തേങ്ങ ചിരകിയെടുത്തപ്പോഴേക്കൊണ്ട് വീണ്ടും അഴുക്കായി കേട്ടോ. പിന്നെ അതും ഒന്ന് തുടച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു നനഞ്ഞ തുണി എൻ്റെ കിച്ചണിൽ വെച്ചേക്കുവേ, ഇതുപോലെ അപ്പോഴപ്പോഴായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോഴേക്കും സമയം 7:05 ആയിട്ടുണ്ട്. 7:15 നമ്മുടെ ക്ലോക്കിൽ കാണിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് ഫാസ്റ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സമയമൊക്കെ ഒന്ന് നോക്കി. ഞാൻ ഇതിൽ തന്നെ സമയം നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് ജീര വാട്ടർ കുടിക്കുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറയേണ്ടത്, ഒരു മൾട്ടി ടാസ്കിങ് പരിപാടിയിലൂടെയാണ് നമ്മുടെ ഒരു രാവിലത്തെ ഒരു സമയം കടന്നു പോകുന്നത് കേട്ടോ. അതിപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 7:30 പണിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിനിടയിൽ തന്നെ പൊങ്കലിന് വേണ്ടുന്ന ചമ്മന്തി തയ്യാറാക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ, മുഴുവൻ തേങ്ങ എടുത്തിട്ടില്ല, കുറച്ച് തേങ്ങ എടുത്തിട്ട് കുറച്ച് ഉള്ളിയാണ് ചേർക്കേണ്ടത്, ചെറിയ ഉള്ളി. ഞാനിപ്പോൾ സവാളയാണ് ചേർത്തത്. 2-3 പീസ് സവാളയും കുറച്ച് പൊട്ടുകടല അധികം തന്നെ ചേർത്ത് കൊടുത്തു. ഒരു അരപ്പിടിയോളം ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ഒരു പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തത്. പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബ്ലെൻഡറിലാണ് കേട്ടോ എല്ലാം അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടുകയും ചെയ്യും, നല്ല ഫൈനായിട്ട് അരയുകയും ചെയ്യും. മിക്സി അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. മിക്കവാറും ദോശമാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മിക്സി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്സി എടുത്ത് താഴത്തെ തട്ടിൽ വെച്ചേക്കുവാണ്, അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്ത് വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും കൂടി താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ പൊങ്കലിന് വേണ്ടുന്ന സാമ്പാർ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. ടിഫിൻ സാമ്പാർ എന്ന് പറയും. നമ്മുടെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അതും പൊങ്കലിൻ്റെ കൂടെ ചെയ്യുന്ന സാമ്പാറാണ്. ഞാൻ മുന്നത്തെ ഏതൊക്കെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1-2 വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് സാമ്പാർ വയ്ക്കുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഷോർട്സിലും ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഈസിയാണ്, ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇടാതെ വെക്കുന്ന സാമ്പാറാണ്. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ മഷ്റൂം ബിരിയാണിയൊക്കെ വെന്ത് വന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഹോട്ട് ബോക്സിലേക്ക് നമുക്കുള്ളത് മാറ്റി വെച്ചു. ഇനി ചൂടോടെ തന്നെ ആമിക്കുള്ളതും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു അരി, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്തപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് അങ്ങനെ ഒട്ടിപ്പിടിക്കലോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റായിരിക്കും കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും കൃത്യമായ ചൂടും എല്ലാം ഇതിൽ കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ ഇതിന് ഞാനിന്ന് സൈഡ് ഡിഷായിട്ട് കൊടുക്കുന്നത് വെള്ളരിക്കയും അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ടല്ലോ, അതും കുറച്ച് തൈരുമാണ് കേട്ടോ. ഉപ്പിട്ട് തൈരും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് അവളുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ്. കുക്കീസാണ് അവളിന്ന് സ്നാക്സിന് എടുത്ത് വെച്ചത്. ആമിയാണ് എടുത്ത് വെച്ചത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ ആമിയെ കൊണ്ട് ഹസ്ബൻഡ് പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആമിയുടെ ബസ് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവൾ എനിക്ക് ടാറ്റ തരും. ഡെയിലി പറയും അമ്മ ഇവിടെ നിന്ന് എനിക്ക് ടാറ്റ തരണമെന്ന്. അപ്പോൾ ഞാൻ അവൾക്ക് ടാറ്റയൊക്കെ കൊടുക്കുവാണ്. വീട്ടിൽ നിന്ന് പോകുമ്പോഴും ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. തിരിച്ച് ഇതുവഴി പോകുമ്പോഴും ടാറ്റ കൊടുത്തിട്ടാണ്. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ
ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇതും എനിക്ക് ഹസ്ബൻഡാണ് പറഞ്ഞു തന്നത് കേട്ടോ. ഹസ്ബൻഡ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏതെങ്കിലുമൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ കാണും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് എനിക്ക് എപ്പോഴും പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ ജ്യൂസ് ഐറ്റംസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കാനും കഴിക്കാനും ഒക്കെ. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഇത് പറഞ്ഞപ്പോൾ ഞാനും ചെയ്യാമെന്ന് കരുതി. അപ്പം നമ്മൾ 2 പേർക്കുള്ള അളവിനാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിതിന് വേണ്ടുന്നത് കറിവേപ്പിലയും അതുപോലെ തന്നെ തേങ്ങ ഉണ്ടല്ലോ, അതുമാണ് വേണ്ടത്. അപ്പോൾ 1 പിടി തേങ്ങയ്ക്ക് 1 പിടി കറിവേപ്പില, ഇതാണ് ഇതിൻ്റെ കണക്ക്. എന്നിട്ട് 2 പേരാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം, ഒരാളാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് പറയുന്നത് കേട്ടോ. കൈ അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ കുടിക്കാം. വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ രാവിലെ ജീര വാട്ടർ കുടിച്ചു, എന്നാലും സാരമില്ല, ഞാൻ കുടിക്കാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് വെറും വയറ്റിലാണ് ഇത് കുടിക്കുന്നത്. അപ്പം നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കോട്ടൺ തുണി ഉണ്ടല്ലോ, വെള്ള തുണിയിൽ ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ബ്രൗൺ ഷുഗർ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുക. ബ്രൗൺ ഷുഗർ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ കരിപ്പൊട്ടി ചേർക്കാം. ഒരിക്കലും വൈറ്റ് ഷുഗർ ചേർക്കരുത്. ഇല്ലെങ്കിൽ ഇതൊന്നും ചേർക്കാതെ കുടിക്കുക കേട്ടോ. ബ്രൗൺ ഷുഗർ ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഷുഗർ ചേർക്കുമ്പോഴേക്കും ഒരുപാട് ചേർക്കണ്ട, 1 സ്പൂണിന് താഴെ എടുത്താൽ മതി, അല്ലെങ്കിൽ 1 സ്പൂണോളം, മാക്സിമം പോയാൽ 1 സ്പൂണ് എടുത്ത് മിക്സ് ചെയ്ത് നമ്മളിത് കുടിക്കുക കേട്ടോ. രാവിലെ വെറും വയറ്റിൽ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ബെസ്റ്റ് സാധനമാണ്. കറിവേപ്പില എടുക്കുമ്പോൾ എപ്പോഴും നല്ല നാടൻ കറിവേപ്പില എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തേങ്ങയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ എന്തായാലും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഡെയിലി പറ്റുമെങ്കിൽ അത്രയും നല്ലത്, കുടിച്ച് നോക്കൂ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുടി കൊഴിച്ചിലുണ്ടായിരുന്നപ്പോഴേക്കും വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. ഇപ്പം ഞാൻ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. എനിക്കിപ്പം നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, ഹെയർ ഗ്രോത്ത് പഴയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസാണ് ചെയ്യുന്നത്. നമ്മൾ എത്രയൊക്കെ പുറമേയുള്ള മരുന്ന് എടുത്താലും നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകുന്ന മരുന്നാണ് കേട്ടോ എപ്പോഴും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. നെല്ലിക്ക ജ്യൂസ്, അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ കറിവേപ്പില ജ്യൂസ്, പിന്നെ അലോവേറ ജ്യൂസ്, പിന്നെ ഹെയറിൽ എന്തെങ്കിലും പാക്ക് ഇടുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് നമ്മളെ ഒരുപാട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഉള്ള മുടി കൊഴിഞ്ഞു പോവാതെ ഇരിക്കുന്നതിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്. പിന്നെ ഹസ്ബൻഡ് റീസെൻ്റായിട്ട് മാമ എർത്തിൻ്റെ ഹെയർ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ടെറസിൻ്റെ മേലേക്ക് വന്നിട്ട് ചെടികളെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. കുറേ കാട്ട് ചെടികളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളൊരു ലൈഫ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോഴേക്കും, ഇപ്പം ഞാൻ ഇപ്പോൾ രാവിലെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് നല്ല മടിയായിട്ടുള്ള ഒരാളായിരുന്നേ ഞാൻ. അപ്പം ഞാനിപ്പോൾ ഈ റീസെൻ്റായിട്ട്, അതായത് ജൂലൈ മാസം ആരംഭം മുതൽ ഞാനത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിലുണ്ടായ കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഞാനിത് എല്ലാ വ്ളോഗിലും പറയണമെന്ന് വിചാരിക്കും, പക്ഷേ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കഴിഞ്ഞ് പോവും, പിന്നെ വിട്ടു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ മനസ്സർപ്പിച്ച് 100% നമ്മൾ കൊടുത്ത് ചെയ്യുക കേട്ടോ. ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും എന്നെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയും ബോധിപ്പിക്കാനോ ഒന്നുമല്ല. രാവിലെ എഴുന്നേറ്റ് എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ജോലികൾ ചെയ്ത് തീർക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു റിലാക്സേഷൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ആമി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് എൻ്റേതായ കുറേ സമയം കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ റീഡിങ്ങിനാണെങ്കിലും സെൽഫ് കെയറിനാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളതാണല്ലേ. അപ്പം അങ്ങനെ ഒരു സമയം നമ്മൾ സ്ത്രീകൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് രാവിലെ എഴുന്നേൽക്കാനായിട്ട് തന്നെ ശ്രമിക്കുക കേട്ടോ. തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ആകുമ്പോഴേക്കും നല്ലൊരു നമുക്കൊരു ചേഞ്ച് നമുക്ക് തന്നെ നമ്മളറിയാതെ മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഓരോ സെക്കൻഡും ഓരോ നിമിഷവും മാക്സിമം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല,
നമുക്ക് ആ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്നൊരു എനർജി, നമ്മുടെ ഒരു ദിവസം പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ആരും വന്ന് വിചാരിക്കത്തില്ല, വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് സ്വയം ഉണ്ടായിരിക്കണം. നമ്മളെ കൊണ്ട് എല്ലാത്തിനും പറ്റും. ഒരു സ്ത്രീയെ കൊണ്ട് പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. കാരണം ഒരു ജനറേഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സ്ത്രീയുടെ ഒരു മിടുക്ക് തന്നെയാണ്. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ മക്കൾ ഓരോ കാര്യങ്ങളും നമ്മളെ കണ്ട് പഠിച്ച് വരുമ്പോൾ നമ്മൾ അവർക്കൊരു മാതൃകയാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ശീലിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് 1-2 പേര് പറഞ്ഞായിരുന്നു ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതുപോലെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് തുടങ്ങി എന്നൊക്കെ. അങ്ങനെ ഓരോ കമൻസും വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ കണ്ട് ഒരാളിനെങ്കിലും ഉപകാരപ്പെട്ടല്ലോ എന്നുള്ളത് ഓർത്ത് എനിക്കൊരു സന്തോഷമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് കെയറിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന്. എൻ്റെ 1-2 വീഡിയോ ഞാൻ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ കയറിയിട്ട് പോപ്പുലർ വീഡിയോസിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. വരുന്ന ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സമയം കണ്ടെത്തുകയും നമ്മൾ തന്നെ സ്വയം വിചാരിക്കുകയും ചെയ്താലേ പറ്റത്തുള്ളൂ. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഊർജ്ജവും അതുപോലെ ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ നമുക്ക് ജീവിതം ഇനിയും ജീവിക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ സെപ്റ്റോയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഒരു ലോങ് ഡിസ്കഷൻ പോയായിരുന്നു കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഈ സെപ്റ്റോയെക്കുറിച്ച് 1-2 സ്ഥലത്തൊക്കെ ഈ സെപ്റ്റോയിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് ഭയങ്കര റേറ്റാണെന്ന് അറിഞ്ഞായിരുന്നു കേട്ടോ. GST മറ്റുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഫസ്റ്റ് ടൈം മേടിച്ചപ്പോഴേക്കും നല്ല വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ ഗ്രോസറീസ് എടുത്തപ്പോഴേക്കും കടയിൽ നിന്ന് മേടിക്കുന്ന അതേ റേറ്റ് തന്നെയായിരുന്നു കേട്ടോ. നഷ്ടമാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ മാത്രമല്ല സെപ്റ്റോ സേവർ എന്നിട്ടൊരു സംഭവമുണ്ട്. അതിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം ലാസ്റ്റ് നമ്മൾ എല്ലാം ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവർ ലാസ്റ്റായിട്ട് ഒരു ഇത്ര ഫിക്സഡ് എമൗണ്ടിന് പർച്ചേസ് ചെയ്താലേ നമുക്ക് സാധനം തരുള്ളൂ എന്ന് പറയും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതുകൊണ്ട് സെപ്റ്റോ സേവർ എടുക്കുന്നില്ല, സെപ്റ്റോയിൽ മറ്റേ ഓപ്ഷനിലാണ് എടുക്കുന്നത് കേട്ടോ. ഹസ്ബൻഡാണ് ഇതൊക്കെ ഓർഡർ ചെയ്യുന്നത്, ഞാനല്ല കേട്ടോ ഇത് ഓർഡർ ചെയ്യുന്നതൊക്കെ. ഞാൻ 2-3 തവണ അതിന് ശേഷവും വെജിറ്റബിൾസ് എടുത്തപ്പോഴും എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് തന്നെയായിരുന്നു കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് കിട്ടുന്നത്. മാത്രമല്ല റേറ്റ് നല്ല കുറവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചെന്നൈയിൽ ചിലപ്പോൾ മാർക്കറ്റിൽ റേറ്റ് കൂടുതലായതുകൊണ്ടാണോ എന്നറിയത്തില്ല. അതുപോലെ തന്നെ ഒരു കുട്ടി പറഞ്ഞത് മൈസൂരിലാണെങ്കിൽ നല്ല റേറ്റാണെന്ന് പറഞ്ഞായിരുന്നു ഈ സെപ്റ്റോയിൽ എടുക്കുമ്പോൾ. പിന്നെ നാട്ടിലും ഒരാളിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ വേറൊരാൾ 1-2 പേര് പറഞ്ഞത് സെപ്റ്റോയിൽ റേറ്റ് കുറവാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇതുവരെയും എടുത്തതിൽ വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ എപ്പോഴും ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തീർന്ന് പോവുകയാണെങ്കിൽ അർജൻറ്റാണെങ്കിൽ മാത്രം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കടയിൽ പോയി തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഗ്രോസറീസ് ഈ മാസം ഇതിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് കടയിലായ സെയിം റേറ്റാണ് ആയത്. അപ്പോൾ റേറ്റ് അഥവാ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യും, നമ്മുടെ ചാനൽ വഴി പറയാം. ഇതുവരെയും വേറെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കടയിൽ പോയി എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കിവിടെ തൊട്ടടുത്ത് കടകൾ ഇഷ്ടം പോലെ ഉണ്ട്, സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മാസം ഗ്രോസറി ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്നായിരിക്കും എടുക്കുന്നത്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നോക്കാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ആമിക്ക് മെയിനായിട്ട് കുക്കീസൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ പാർലേജി ബിസ്ക്കറ്റ് ഇതൊക്കെ എടുത്തത് ആമിക്ക് സ്കൂളിൽ സ്നാക്കിന് കൊടുക്കാനാണ്. പിന്നെ 1-2 ഐറ്റംസ് ഞാൻ ഗ്രോസറി എടുത്തപ്പോഴേക്കും വിട്ടുപോയായിരുന്നു. നമ്മുടെ മീൽ മേക്കറും അങ്ങനത്തെ 1-2 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴമൊക്കെ തീർന്നു പോയി. അത്യാവശ്യത്തിന് നമുക്ക് എന്തായാലും സെപ്റ്റോയിൽ ഓർഡർ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. കാരണം പെട്ടെന്ന് കൊണ്ട് തരികയും ചെയ്യും. മാത്രമല്ല എനിക്കങ്ങനെ റേറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ഇത് തോന്നിയില്ല. ഞാൻ റേറ്റ് എപ്പോഴും നോക്കിയിട്ട് തന്നെയാണ് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്നോട് നിവേദയാണ് പറഞ്ഞത് ഇതുപോലെ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്തോണേന്ന്. അപ്പം റേറ്റ് നോക്കിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. ഞാൻ എല്ലാത്തിനും റേറ്റ് നോക്കി എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.